പെരുമ്പാവൂർ മേക്കപ്പാലയിൽ കിണറിൽ വീണ കാട്ടാനക്കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ കൂടെയുണ്ടായിരുന്ന ആനകൾ അക്രമാസക്തരായി വനംവകുപ്പിന്റെ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തു. തലനാരിഴയ്ക്കാണ് ദുരന്തം ഒഴിവായത്. സമീപത്തുണ്ടായിരുന്ന ബൈക്ക് ആന തകർത്തു. സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ വീണ കുട്ടിയാനെ രക്ഷപ്പെടുത്തി. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുസ്തഫ, തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. ഈ വാഹനം മറിച്ചിടാനാണ് ശ്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണാം. ആ വാഹനത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരെങ്കിലും പരിക്കേറ്റുണ്ടോ? എന്താണ് സംഭവിച്ചത്? അനീഷ, ഈ പുലർച്ചെ 4 മണിയോട് കൂടിയാണ് പെരുമ്പാവൂരിലുള്ള മേക്കപ്പാലയിൽ അവിടെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലുള്ള ഉപയോഗശൂന്യമായ കിണറിൽ കുട്ടിയാന അകപ്പെടുന്നത്. പിന്നീട് ഈ ആനക്കൊപ്പം ഉണ്ടായിരുന്ന വലിയ ആനകൾ കൂട്ടത്തോടെ ആ കിണറിന് ചുറ്റും തമ്പടിക്കുകയും ചെയ്തു. പിന്നീട് നാട്ടുകാരും വനം വകുപ്പ് ഏറെ നേരം പരിശ്രമിച്ചാണ് ഈ ആനകളെ അവിടെ നിന്ന് തുരത്താൻ കഴിഞ്ഞത്. എന്നിട്ട് അതിനുശേഷം മാത്രമാണ് പിന്നീട് ഈ കുട്ടിയാനയെ കിണറിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഈ കുട്ടിയാനക്കൊപ്പം ഉണ്ടായിരുന്ന വലിയ ആനകൾ കൂട്ടത്തോടെ ചിഹ്നം വിളിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഈ വൃക്ഷങ്ങൾ കുലുക്കിയുമൊക്കെ അക്രമാസക്തരായി വലിയ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ആക്രോശത്തോടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ നേരം തടസ്സമാവുകയും ചെയ്തു. അതിനിടയിലുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വലിയ അപകടം ഒരുപക്ഷെ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാര്യം. ഈ ആനകളെ തുരത്തുന്നതിനിടയിലാണ് അവിടെ എത്തിയ വനംവകുപ്പിന്റെ വാഹനത്തിന് നേരെ ഈ ആന ഇങ്ങനെ പാഞ്ഞടുക്കുകയും അതിനുശേഷം സമീപത്തുണ്ടായിരുന്ന ആളുകൾ നിരവധി തവണ ബഹളം വെച്ചിട്ട് പോലും ആന പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ആന വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയും ആ വാഹനം മറിച്ചിടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ ഈ ആന അക്രമാസക്തരാകുന്നത് കണ്ട് ആ വാഹനത്തിൽ ആരും ഇല്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവായി എന്നത് ഉൾപ്പെടെയുള്ള ഇപ്പോൾ എന്തായാലും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. പിന്നീട് ഈ അവിടെയുള്ളൊരു ബൈക്കും ആന തകർത്തിട്ടുണ്ട്. ഈ വലിയ ആനക്കൂട്ടങ്ങൾ ഇങ്ങനെ അക്രമാസക്തരായ സാഹചര്യത്തിലാണ് ആ ബൈക്ക് ആന തകർത്തത്. എന്തായാലും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വലിയ ആനകളെ തുരത്തുകയും അതിനുശേഷം പിന്നീട് ഈ കുട്ടി ആനയെ കരയ്ക്ക് കയറ്റിവിടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ ചൂട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ കുടിവെള്ളത്തിനൊക്കെ വേണ്ടി ആനകൾ ഇങ്ങനെ നിരവധി തവണ ആൾതാമസമുള്ള നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുന്നൊരു വലിയ ആശങ്ക നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും സ്ഥിരമായ ഒരു പരിഹാരം വേണമെന്നുൾപ്പെടെയുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അനീഷ.